കത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ള അവകാശ സംരക്ഷണ യാത്ര ശനിയാഴ്ച കോതമംഗലത്ത് എത്തിച്ചേരും. വൈകുന്നേരം 5-നാണ് സ്വീകരണ സമ്മേളനം. മതേതരത്വ ഭരണഘടന സംരക്ഷിക്കുക, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിലിന്റെ നേതൃത്വത്തിലാണ് അവകാശ സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ ഈ മാസം 24-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന പ്രഖ്യാപനവുമായിട്ടാണ് കത്തോലിക്ക കോൺഗ്രസ് യാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തിന് നടത്തുന്നത്. ഈ യാത്രയിൽ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് ഒന്ന്, ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക എന്നുള്ളതാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം റിപ്പോർട്ട് തയ്യാറാക്കിയതാണ്. 3 വർഷമായിട്ട് ഈ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്താനോ നടപ്പാക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല. ആ റിപ്പോർട്ടിൻ്റെ പുറത്ത് അടയിരിക്കുന്ന സർക്കാരിൻ്റെ തെറ്റായ നടപടി തിരുത്തണം. ഞങ്ങൾക്ക് ന്യായമായ അവകാശങ്ങൾ അനുവദിച്ചു തരണമെന്നാണ് ഒന്നാമത് ആവശ്യപ്പെടുന്നത്. 2, കർഷക രക്ഷയാണ്. വന്യമൃഗങ്ങളെ കൊണ്ടും വനപാലകരെ കൊണ്ടും ഒരുപറ്റം സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ടും കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കർഷകർ ഇവരെ കൊണ്ട് വേട്ടയാടപ്പെടുകയാണ്. ഈ വേട്ടയാടപ്പെടുന്ന കർഷകരുടെ പക്ഷം ചേർന്നുകൊണ്ടാണ് ഈ യാത്ര നടത്തുന്നത്. ശനിയാഴ്ച വൈകുന്നേരം 5-ന് കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് ജാഥയ്ക്ക് സ്വീകരണം നൽകുമെന്ന് രൂപത പ്രസിഡന്റ് സണ്ണി കടുത്താഴെ പറഞ്ഞു. ഇതോടനുബന്ധിച്ച് 3000 പേർ പങ്കെടുക്കുന്ന റാലിയുമുണ്ടായിരിക്കും. സ്വീകരണ സമ്മേളനം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഈ ന്യൂനപക്ഷ അവകാശങ്ങളും വിദ്യാഭ്യാസ അവകാശങ്ങളും അംഗീകരിച്ചു തരണം, അത് ഔദാര്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുകൂടിയാണ് ഈ യാത്ര നടത്തുന്നത്. 5 മണിക്ക് കത്തീഡ്രൽ പള്ളിയുടെ മുൻവശത്ത് യോഗം ആരംഭിക്കും. ആളുകൾ അതിൽ പ്രസംഗിക്കും. തുടർന്ന് ജാഥ ഈ പള്ളിയുടെ മുറ്റത്ത് എത്തിച്ചേരുമ്പോൾ ഇവിടെ നിന്ന് സ്വീകരിച്ച് ഹൈറേഞ്ച് ജംഗ്ഷൻ വഴി ചെറിയ പള്ളിത്താഴത്തേക്ക് സ്വീകരിച്ച് ആനയിക്കും. തുടർന്ന് അവിടെ നടക്കുന്ന സമ്മേളനം കോതമംഗലം രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടവച്ചൻ ഉദ്ഘാടനം ചെയ്യും. സഭയുടെയും സമുദായത്തിൻ്റെയും പ്രമുഖരായ നേതാക്കൾ അതിൽ സംസാരിക്കുന്നതാണ്. GTV ന്യൂസ്.